പേര് രാധിക. ഞാൻ കായംകുളത്ത് നിന്ന് വരുന്നു. ഞാനൊരു നേഴ്സാണ്. ഞാൻ കഴിഞ്ഞ വർഷം സെപ്റ്റംബർ തൊട്ട് പുറത്ത് സൗദിയിലേക്ക് പോകാനുള്ള ഇൻ്റർവ്യൂ എല്ലാം അറ്റൻഡ് ചെയ്ത്, പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഭയങ്കര ഡിലേ ആയിരുന്നു. ഓരോരോ കാരണങ്ങൾ കൊണ്ട് ഓരോരോ തടസ്സങ്ങളായിരുന്നു മുന്നോട്ട് വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഈ മാർച്ച് ആയപ്പോഴത്തേക്കും എനിക്ക് മെഡിക്കലിന് വന്നു വിസയ്ക്ക് കൊടുക്കാനായിട്ട്. ആ സമയത്ത് മെഡിക്കൽ ഞാൻ അറ്റൻഡ് ചെയ്തപ്പോഴത്തേക്കും എനിക്കിതുവരെ ഇല്ലാത്തൊരു അസുഖം, ബ്ലഡിൽ ഇൻഫെക്ഷൻ ഉണ്ടെന്നും പറഞ്ഞ് എന്നെ അവർ അൺഫിറ്റാക്കി കളഞ്ഞു. ഞാൻ ജീവിതം മുന്നോട്ടേക്ക് പോകാൻ ഒത്തിരി പ്രതീക്ഷകളോടെയാണ് ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. പക്ഷേ ഞാനെല്ലാം ജീവിതത്തിലേക്ക് പുറകോട്ട് പോകുന്ന പോലെ തോന്നി. ഈ ഒരു അസുഖം എനിക്ക് തന്നപ്പോൾ ഞാൻ ഇവിടെ ആദ്യമായി ഉടമ്പടി എടുക്കാൻ വരുന്നത് 6/4/2024 അതിനുശേഷം ഞാൻ പുതിയൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഈ 6 മാസങ്ങൾക്കകത്ത് എൻ്റെ വിസ വന്നു. ഞാൻ മെഡിക്കൽ പാസ്സായി. എൻ്റെ അമ്മ മാതാവിനും എൻ്റെ തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. എത്രത്തോളം നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. എൻ്റെ ജീവിതമാണ് ഈ അൾത്താരയിൽ എൻ്റെ അമ്മ മാതാവും തിരുക്കുമാരനും എനിക്ക് തിരിച്ചു തന്നത്. പിന്നെ എൻ്റെ രണ്ടാമത്തെ അനുഭവം എന്ന് പറയുന്നത് എൻ്റെ വല്യമ്മയ്ക്ക് കുടലിലൊരു മുഴയും കുടലിൽ ഒന്നിനോടൊന്ന് അകത്തോട്ട് ചേർന്ന് കിടക്കുകയും ചെയ്യുകയായിരുന്നു. അങ്ങനെ കോട്ടയത്ത് വെച്ച് സർജറി എല്ലാം കഴിഞ്ഞ് 20 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി. വീട്ടിൽ വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും വൂണ്ടിൻ്റെ സൈറ്റിൽ നിന്ന് ചെറുതായിട്ട് പഴുപ്പ് വരാൻ തുടങ്ങി. അങ്ങനെ വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അവർ സ്കാൻ ചെയ്തപ്പോൾ 2 സെൻറ്റിമീറ്ററോളം പഴുപ്പ് വയറ്റിലുണ്ടെന്ന് പറഞ്ഞു. അതൊരു പുതിയ ട്യൂബിട്ട് അത് എടുത്ത് കളയണമെന്ന് അവർ പറഞ്ഞു. അങ്ങനെ പുതിയ ട്യൂബിട്ട് എടുത്ത് കളഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പം അടുത്ത സൈറ്റിൽ നിന്ന് വീണ്ടും പഴുപ്പ്. അത് വീണ്ടും സ്കാൻ ചെയ്തപ്പം 5 സെൻറ്റിമീറ്ററോളം ഉണ്ട് ആ പഴുപ്പ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നമുക്ക് ഈ കത്തീറ്റർ മാറ്റി വേറെ ഒരു പുതിയ പൈപ്പിട്ട് ഇത് നമുക്ക് നാളെ സ്കാൻ ചെയ്തിട്ട് പുതിയ പൈപ്പ് ഇടാൻ നാളെ എന്ന് പറയുന്നു. അപ്പം അതിൻ്റെ തലേന്ന് വൈകിട്ട് ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ അനിയത്തിയായിരുന്നു കൂട്ടിയിരുന്നത്. അപ്പം ബാത്റൂമിൽ കുളിക്കാനായിട്ട് കയറിയപ്പോഴത്തേക്കും അമ്മ മാതാവിൻ്റെ ഒരു കാശുരൂപം ബാത്റൂമിൽ തറയിൽ കിടക്കുന്ന കണ്ടു. അവളതെടുത്ത് കഴുകി വല്യമ്മയുടെ കഴുത്തിൽ ഒരു കറുത്ത ചരടിൽ കെട്ടി കഴുത്തിലിട്ട് കൊടുത്തു. അതിനുശേഷം ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചു. പിറ്റേന്ന് രാവിലെ സ്കാൻ ചെയ്തിട്ടാണ് ട്യൂബ് ഇടുന്നത്. സ്കാൻ ചെയ്യാനായിട്ട് കയറ്റി ഞങ്ങളെല്ലാവരും പ്രാർത്ഥനയായിരുന്നു. സ്കാനിങ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് അത്ഭുതകരം തന്നെ, ഒരു പഴുപ്പും ഇതിനകത്ത് കാണാനില്ല. നമുക്ക് 2 ദിവസം കൂടെ വെയിറ്റ് ചെയ്യാം. 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് പഴുപ്പ് ഉണ്ടോ ഇല്ലയോ നമുക്ക് നോക്കിയിട്ട് നിങ്ങളെ ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞു. വീണ്ടും സ്കാൻ ചെയ്തു. സ്കാനിങ്ങിനകത്ത് ഒരു കുഴപ്പവും ഇല്ല. എൻ്റെ വല്യമ്മയെ ഞങ്ങൾക്ക് തിരിച്ചു തന്നെ എൻ്റെ മാതാവിന് കോടാനുകോടി നന്ദി. എൻ്റെ തിരുക്കുമാരനും കോടാനുകോടി നന്ദി. എത്രത്തോളം നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത് പത്രങ്ങൾ ഹോസ്പിറ്റലുകളിൽ കൊണ്ട് കൊടുക്കും. പിന്നെ ബസ് സ്റ്റാൻഡിൽ എല്ലാം പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഓരോ പത്രവും കൊടുക്കുന്നത്. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് റോഡരികിലിരിക്കുന്നവർക്ക് പൊതിച്ചോറ് കെട്ടി കൊണ്ട് കൊടുക്കാറുണ്ട്. ഇനിയും അമ്മയുടെയും തിരുക്കുമാരൻ്റെയും വഴിയിൽ തന്നെ നടക്കാനാണ് എനിക്കിഷ്ടം. അത് ഞാൻ സന്തോഷിക്കുന്നു.